ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ലോകകപ്പിനെ ചൊല്ലി സൗഹൃദപരമായ ഒരു ഫ്ലക്സ് യുദ്ധം നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിൽ എല്ലായിടത്തും യഥാർത്ഥത്തിൽ ഫ്ലക്സ് യുദ്ധമാണ്. നമ്മുടെ ഈ ചെറിയ HMT കോളനിയിലെ ചെറിയ ജംഗ്ഷനിൽ ചായക്കടയുടെ മുമ്പിൽ പോലും ആ ഫ്ലക്സ് യുദ്ധം നമ്മൾ കാണുകയാണ്. കുളമാവ് ചെക്ക് ഡാമിൽ ആദ്യം ഉയർന്നത് മെസ്സിയുടെ കട്ടൗട്ട് ആയിരുന്നുവെങ്കിൽ അതിലും തലയെടുപ്പോടെ നെയ്മറും ഇതാ കളം നിറഞ്ഞിരിക്കുന്നു. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമെന്ന് പറയുന്നു ബ്രസീൽ ക്യാമ്പ്. ലോകകപ്പിൽ പന്തുരുളുമ്പോൾ നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമൊന്നുമില്ലാതെ ആ ആവേശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിലെ ഹൈ റേഞ്ചിലും ഹൈ വോൾട്ടേജിലാണ് ആ ലോകകപ്പ് ആവേശം മുന്നോട്ട് പോകുന്നത്. നമ്മളുള്ളത് കുളമാവ് ചെക്ക് ഡാമിന് സമീപമാണ്. ലോകകപ്പിന് പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കാണുന്ന കുളമാവ് ചെക്ക് ഡാമിൽ അർജന്റീന ഫാനിന്റെ ഭാഗമായി മെസ്സിയുടെ കട്ടൗട്ട് ഉയർന്നിരുന്നു. അന്ന് തന്നെ വലിയ ആവേശത്തോടെ ബ്രസീൽ ടീം പറഞ്ഞിരുന്നു, അതല്ലെങ്കിൽ ബ്രസീലിന്റെ ഫാൻസ് ആരാധകർ പറഞ്ഞിരുന്നു, എന്തായാലും നെയ്മറിന്റെ വലിയൊരു കട്ടൗട്ട് ആ മെസ്സിയുടെ മുകളിൽ ഒരു തലയെടുപ്പോട് കൂടി തന്നെ വരുമെന്ന്. ഏറ്റവും അവസാനം ആ കട്ടൗട്ട് ഈ കാണുന്ന പോലെ തന്നെ ഈ ചെക്ക് ഡാമിൽ ഉയർന്നിരിക്കുകയാണ്. അതൊരു 25 അടി ആയിരുന്നുവെങ്കിൽ 10 അടി കൂടി ഉയരത്തിൽ 35 അടിയുള്ള ഒരു വലിയ കട്ടൗട്ടാണ് ഈ ചെക്ക് ഡാമിൽ ഉയർന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവരുടെ പ്രതികരണം, ഈ ടീമിന്റെ ആരാധകരുടെ പ്രതികരണം തേടാം. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും അല്ലേ? അങ്ങനെയാണ് എല്ലാ തവണയും ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ ഈ തവണയും അതുപോലെ തന്നെ അവർ വെച്ചുകൊണ്ടല്ല, ഞങ്ങൾ എല്ലാ കൊല്ലം വെക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പ്ലാൻ ചെയ്ത് ഇച്ചിരി സമയമെടുത്ത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ ഇത്തിരി വലിയത് വെച്ചു. കാരണം അപ്പോൾ അവരുടെ ഒപ്പം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ഇതൊരു വില്ലേജാണ്. അപ്പോൾ വലിയ ആളുകൾ ഒന്നും കുറേ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ ആരും എത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വെച്ച് അതുവഴി ഈ നാടിനെ കുറിച്ച് പുറത്തോട്ടൊരു 10 പേര് അറിഞ്ഞ് അതുവഴി ഒരു 4 പേര് ഇവിടെ എത്തുക, അങ്ങനെയെങ്കിലും നമുക്കൊരു വികസനം സാധ്യമാകുക എന്നൊരു ലക്ഷ്യം വെച്ചപ്പം നമ്മൾ ഇത്തിരി ഹൈറ്റും വെയിറ്റും ഉള്ള സാധനം വെച്ചു. അതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. ആദ്യം ഈ മെസ്സിയുടെ കട്ടൗട്ടൊക്കെ വെച്ചപ്പോൾ നിങ്ങളെ കളിയാക്കുന്നുണ്ടായിരുന്നല്ലോ ആൾക്കാർ. അങ്ങനെ ഒരു രീതി നമ്മൾ വെച്ചതല്ല. എല്ലാ വർഷവും നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ബ്രസീലുകാർ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ആദ്യം ഒന്നെങ്കിൽ അവർ അല്ല ഞങ്ങൾ, ബട്ട് അവരുമായിട്ടൊരു കോമ്പറ്റീറ്റീവ് മൈൻഡിലല്ല നമ്മൾ വെച്ചേ, നമ്മളല്ല വെച്ച്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 5 കപ്പുണ്ടല്ലോ, അവരെ വെച്ച് കമ്പയർ ചെയ്യും. അവരെന്ത് കളിയാക്കിയാലും നമുക്ക് 5 കപ്പുണ്ട്. 6ാമതൊരു കപ്പും കൂടെ ഒരു ഇറ്റാലിയൻ കോച്ചിൻ്റെ ആയിട്ട് നമുക്ക് 6ാമത്തെ ഒരു കപ്പ് കൂടെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ എങ്ങനെയുണ്ട് ചേട്ടാ ഒരു നിങ്ങളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് അടിപൊളി പ്രതീക്ഷയാണ്. 100% കണ്ടിട്ട് എല്ലാവരും കൂടെ നമ്മുടെ പിള്ളേരാണ് ഇത് എല്ലാവരും. അപ്പോൾ ഇവരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെയുണ്ട്. കാരണം ഇവരാണ് നമ്മുടെ ഭാവിയിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും കുളമാവിനെക്കുറിച്ചും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഭാവി തലമുറകളാണ് ഇവർ. അപ്പോൾ അവർക്ക് എപ്പോഴും നമ്മൾ സപ്പോർട്ട്, എല്ലാവർക്കും പൂർണ്ണ സപ്പോർട്ട്. ഈ ബ്രസീൽ ഫാൻസിന്റെ നടുവിൽ നിൽക്കുമ്പോൾ അർജന്റീന ഫാനിന് ഒരു നെഞ്ചിരിപ്പുണ്ടോ? ഒരിക്കലും ഒരു നെഞ്ചിടിപ്പൊന്നുമില്ല. ശരി, അപ്പോൾ കുളമാവിലെ കട്ടൗട്ട് യുദ്ധം നമ്മൾ കണ്ടു. നാടെങ്ങും കൗതുക കാഴ്ചകൾ തന്നെയാണ്.